കുറേ നാൾക്ക് ശേഷം ഞാൻ എൻ്റെ വീട്ടിൽ വന്നിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ അമ്മ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട തെരണ്ടി മീൻ നല്ല തേങ്ങയൊക്കെ അരച്ച് പുളിയൊക്കെ ചേർത്ത് എൻ്റെ ഒരു ടേസ്റ്റിന് അമ്മ ആക്കി തന്നിട്ടുണ്ട്. അപ്പോൾ അതിരിക്കട്ടെ, അതിൻ്റെ കൂടെ നമുക്ക് തെരണ്ടീൻ്റെ നെയ്യ് കിട്ടി കേട്ടോ. നിങ്ങൾ എത്ര പേർക്കത് അറിയാമെന്ന് എനിക്കറിയില്ല. അപ്പോൾ പൊതുവേ തെരണ്ടീൻ്റെ കൂടെ ഇങ്ങനെ തെരണ്ടി നെയ്യ് കിട്ടും. അപ്പോൾ ഈ തെരണ്ടി നെയ്യ് കായൻ്റെ കൂടെ കിഴങ്ങിൻ്റെ കൂടെയൊക്കെ നമ്മൾ ചേർത്തിട്ട് പുഴുക്ക് പോലെ വെക്കും കേട്ടോ. ഒരു പ്രത്യേക ടേസ്റ്റാണ്. അപ്പോൾ കിഴങ്ങിൻ്റെ കൂടെ വെക്കാനാണ് അമ്മ പറഞ്ഞതെങ്കിലും ചെറുപ്പത്തിൽ അമ്മ നമുക്കിങ്ങനെ കായയുടെ കൂടെ ഇട്ട് തന്നൊരു ഓർമ്മ. നല്ല ചൂടോടെയുള്ള ഈ കായയും തെരണ്ടി നെയ്യുള്ള പുഴുക്ക് നല്ല വാഴയിലയിൽ ചൂടോടെ ഒഴിച്ച് അത് കുറച്ച് സമയം ഒരു രുചി പിടിക്കാൻ വെച്ചിട്ട് നമുക്ക് തന്നൊരു ഓർമ്മ. അപ്പോൾ ഞാൻ അമ്മയോട് പറഞ്ഞു എനിക്ക് കായ വെച്ചിട്ട് വേണമെന്ന് പറഞ്ഞു. പെട്ടെന്ന് അമ്മ അച്ഛനെ കൊണ്ട് കായൊക്കെ വാങ്ങിപ്പിച്ചു വന്നു. അപ്പോൾ എന്നിട്ട് അതെന്ത് ചെയ്യുന്നു, കായൊക്കെ നല്ലോണം ചെറിയ കഷ്ണങ്ങളായിട്ട് അരിഞ്ഞ് പിന്നെ വെള്ളത്തിലൊക്കെ കഴുകി വൃത്തിയാക്കി. കായ ഇച്ചിരി വേവായതുകൊണ്ട് ഒരുമിച്ചല്ല വേവിക്കുന്ന, രണ്ടും കായ കുക്കറിലാണ് വേവിക്കാൻ വെക്കുന്നത്. അപ്പോൾ അതിന് മുന്നേ നന്നായിട്ട് കഴുകുന്നൊക്കെ ഉണ്ട്. എന്നിട്ട് കുക്കറിലേക്ക് മാറ്റി കുക്കറിലേക്ക് വേവിക്കാൻ വേണ്ടി വെച്ചു. നെയ്യ് പെട്ടെന്ന് വേവും. അപ്പോൾ വെറും ഉപ്പും മുളകും മഞ്ഞളും മാത്രം ഇട്ട് ഇച്ചിരി വെള്ളം ഒഴിച്ച് അടുപ്പിൽ തന്നെ വേവിക്കാമെന്നാണ് അമ്മ പറഞ്ഞത്. ഓക്കെ, അങ്ങനെ അതിനുള്ള പുറപ്പാടാണ്. ഇപ്പോഴും എനിക്ക് എപ്പോഴും ഡൗട്ട്, പണ്ടത്തെ പോലെ തന്നെ കിട്ടുമോ? ചെറുപ്പത്തിൽ ഞാൻ കഴിച്ചോലും അമ്മയുടെ ഇടയ്ക്ക് ചോദിക്കുന്നുണ്ട്. അതേ ടേസ്റ്റ്, ആ ടേസ്റ്റ് എൻ്റെ നാവിലുണ്ട്. ആ ടേസ്റ്റിൽ തന്നെ അത് റീക്രിയേറ്റ് ആയിട്ട് വരുമോ, അമ്മ അത് ഉണ്ടാക്കുമോ എന്നൊക്കെ ഞാനിങ്ങനെ സംശയിക്കുന്നുണ്ട്. അപ്പോൾ രണ്ടും വെച്ചു. അപ്പോൾ ഞാൻ ആ സമയത്ത് അമ്മയുടെ അടുക്കളയിലേക്കൊരു തിരനോട്ടം നടത്തി. അപ്പോൾ അമ്മേൻ്റെ അടുക്കള എന്ന് പറയുന്നത് നമ്മൾ ശരിക്കും തറവാട് വീടായിരുന്നു കേട്ടോ. അപ്പോൾ ഈ അടുക്കള അമ്മക്ക് എളുപ്പത്തിൽ അമ്മേൻ്റെ ഐഡിയയിലാണ് ഈ അടുക്കളയൊക്കെ ചെയ്തിട്ടുള്ളത്. അമ്മക്ക് ആവശ്യം ഇപ്പോൾ ഇങ്ങനെ ഒരു മസാല ഡಬ್ಬി വെക്കാൻ വേണ്ടി ഗ്രിൽസ് പണിയുമ്പോൾ അമ്മ ഇങ്ങനെ തട്ടാക്കിയിട്ട് അതിൽ സ്പൂണാക്കാനുള്ള കൊടുത്താക്കി വെച്ചതും, ഇങ്ങനെ ഒരു എക്സ്ട്രാ ഇങ്ങനെയുള്ള സംഭവം മെഷീനും കാര്യങ്ങളൊക്കെ വെക്കാൻ വേണ്ടി എക്സ്ട്രാ ഒരു സ്പേസ് ആക്കിയതും എല്ലാം അമ്മേൻ്റെ ഐഡിയ ആണ് കേട്ടോ. അപ്പോൾ ഇതൊക്കെ അമ്മേൻ്റെ സ്ഥാപനം ജംഗമ വസ്തുക്കളാണ് ഈ അടുക്കളയിൽ കാണുന്നത്. ഇതൊന്നും ആരെക്കൊണ്ടും തൊടിയിപ്പിക്കില്ല, അങ്ങനെയാണ് അമ്മ. അപ്പോൾ പിന്നെ അമ്മേൻ്റെ അടുക്കളയിൽ വേറൊരു സാധനമുണ്ട്, അത് ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ ഇതൊക്കെ അമ്മേൻ്റെ പ്രധാനപ്പെട്ട ഗ്രൈൻഡർ, എയർ ഫ്രയർ, ഇൻഡക്ഷൻ കുക്കർ, പിന്നെ മിക്സി, പിന്നെ റൈസ് കുക്കർ, ഇതൊക്കെയാണ് അമ്മേൻ്റെ സ്വത്തുകൾ എന്ന് പറയുന്നത്. ആർക്കും കൊടുക്കില്ല. അപ്പോൾ ഇനി ഇതൊക്കെ അമ്മേൻ്റെ ഐഡിയ തന്നെയാണ്. അമ്മേൻ്റെ എളുപ്പപ്പണിക്ക് വേണ്ടി, അമ്മേൻ്റെ സൗകര്യത്തിന് വേണ്ടി അമ്മ ചെയ്തു വെച്ചാണ്. ഇതാണ് ഞാൻ അമ്മേൻ്റെ അടുക്കളയിൽ കണ്ട ഏറ്റവും നല്ല കാര്യം, റേഡിയോ. ഇങ്ങനെയുള്ളത് കൊണ്ട് നമുക്ക് പാട്ട് കേൾക്കാം, ന്യൂസ്. ചിലർ അടുക്കള പുറത്തെ ഒരു കാര്യം അറിയില്ല. അപ്പോൾ എന്തെങ്കിലും എനിക്ക് ഇൻ്റർവ്യൂകളോ അല്ലെ വേറെ എന്തെങ്കിലും അറിയിക്കേണ്ട കാര്യങ്ങളൊക്കെ അമ്മയാണ് ആദ്യം വിളിച്ച് പറയുക. കാരണം എല്ലാം അറിയും, കാരണം ഈ ന്യൂസിലെല്ലാം പറയുമല്ലോ രാവിലത്തെയോ ന്യൂസിൽ. അപ്പോൾ അത് രസമാണ്. അപ്പോൾ കായ വെന്തപ്പോൾ നെയ്യ് ഉടഞ്ഞിട്ട് വെന്തിട്ടുണ്ട്. അപ്പോൾ രണ്ടും കൂടി ഇനി മിക്സ് ചെയ്തു ഒരുമിച്ച് കിടന്നിട്ട് വേവട്ടെ നല്ല വെന്ത് കഴിഞ്ഞു. ഇനി ഒരുമിച്ച് അതായത് മിക്സായിട്ട് അതൊരു കുഴമ്പ് രൂപത്തിൽ പുഴുക്കായിട്ട് വരണമല്ലോ. അപ്പോൾ അമ്മ മുളക് പൊടി ഇല്ലാതുകൊണ്ട് അമ്മ വീണ്ടും മുളക് പൊടി ചേർത്തു കേട്ടോ. വേറെ ഒന്നും ചേർത്തിട്ടില്ല, ഉപ്പ് മാത്രമേ ചേർത്തിട്ടുള്ളൂ. വല്ല വെളിച്ചെണ്ണയോ പുറത്ത് നെയ്യിൽ ഓൾറെഡി എല്ലാം ഉണ്ടാവില്ല, അപ്പോൾ പുറത്തുനിന്ന് ഒന്നും വെച്ചിട്ടില്ല. ഇത് നല്ലൊരു പുഴുക്ക് പരുവത്തിൽ ഇങ്ങനെ നെയ്യ് തെളിഞ്ഞ് വന്നിട്ട് ആവണം കേട്ടോ. അപ്പോൾ അമ്മ ഇങ്ങനെ ആക്കുന്നുണ്ട്. ഞാൻ ഭയങ്കര എക്സൈറ്റഡാണ്. പണ്ടത്തെ ടേസ്റ്റ് ഞാൻ ഇടയ്ക്കിടയ്ക്ക് അമ്മേനോട് പറയുന്നുണ്ട്, പണ്ട് ഇങ്ങനെയല്ലേ തരല്ലേ. അപ്പോൾ ഞാൻ ഇല മുറിക്കേണ്ട കാര്യം ഇങ്ങനെ പറയായിരുന്നു അമ്മേനോട്. ഇല പെട്ടെന്ന് തന്നെ മുറിക്കണം, ഇല മുറിച്ചിട്ട് ഇലേനെ കൊണ്ട് അടച്ച് വെച്ച് വേവിച്ചാലോ എന്നൊക്കെ ഞാൻ ഐഡിയ പറയുന്നുണ്ട്. അപ്പോൾ അമ്മ പറയുന്നുണ്ട് നമുക്ക് പറമ്പത്ത് പോയിട്ട് ഇല പറിക്കാമെന്നൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ട് ഇത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണം കേട്ടോ. അമ്മ നന്നായിട്ട് മിക്സ് ചെയ്ത് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ചെയ്താൽ മതി, ഇല കരിഞ്ഞു. അപ്പോൾ മിക്സ് ചെയ്ത് വെച്ച് അപ്പോൾ നമ്മൾ പറമ്പത്തേക്ക് ഇറങ്ങി ഇലക്ക് വേണ്ടിയിട്ട്. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, അപ്പോൾ ഈ എൻ്റെ പറമ്പ് എന്ന് പറയുന്നത്, ഞങ്ങളെ വീടിൻ്റെ പറമ്പ് എന്ന് പറയുന്നത് എന്താണ്, നമുക്ക് തറവാട് വീടാണല്ലോ. അപ്പോൾ നമ്മളെ അച്ഛൻ്റെ അച്ഛൻ അവരെങ്ങനെയാണോ അച്ഛന് കൊടുത്തത് അതിനെ അച്ഛൻ നന്നായി ഭംഗിയായിട്ടാണ്, അതിനെ മോശമാക്കിയിട്ടില്ല, അങ്ങനെ ഇമ്പ്രൂവ് ആക്കിയിട്ടാണ് അച്ഛൻ എല്ലാ സംഭവങ്ങളും, ചെടികൾ കൂടാതെ കുരുമുളക്, വാഴ, തേങ്ങ, ആത്തച്ചക്ക, സപ്പോട്ട, പേരക്ക, പപ്പായ, വാഴ എല്ലാം പറമ്പിൽ തന്നെയുണ്ട്. അപ്പോൾ പ്ലാവ്, മാവ് ഇതൊന്നുമില്ല. പിന്നെ കറിവേപ്പില മരം, പിന്നെ കുറേ കറിവേപ്പില, പനിക്കൂർക്കയില അങ്ങനെയൊക്കെ ഉണ്ട്. അതുകൂടാതെ ഇങ്ങനെ ഓർണമെൻ്റൽ പ്ലാന്റ്സ് ഒക്കെ ഇവിടെ വെച്ചിട്ടുണ്ട്. ഈ ചെടിയിലെ നല്ല മുല്ല പോലത്തെ ചെടിയാണ് കേട്ടോ. മുല്ല പോലത്തെ പൂവുണ്ടാവും, നല്ല മണമാണ് അതിന്. പിന്നെ എന്തിനു വേണ്ടിയിട്ടാണെന്ന് എനിക്കറിയില്ല, കുറേ കറ്റാർവാഴ ഇങ്ങനെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഇവിടെ മാത്രമല്ല അപ്പുറത്തെ സൈഡിലും ഉണ്ട്.
എന്താ ഇതിനെക്കൊണ്ട് ഉപയോഗിക്കാറുണ്ടോ എന്ന് എനിക്കറിയില്ല. തലയിലൊക്കെ തേച്ചാൽ നല്ലതാണ്, പക്ഷേ നമ്മളാരും ഇപ്പോൾ തേക്കാറില്ല കേട്ടോ. നോക്കട്ടെ എന്തെങ്കിലും ചെയ്യണം ഇതിനെ. അപ്പോൾ അങ്ങനെയൊക്കെയാണ്. ഇവിടെയൊക്കെ അച്ഛൻ പച്ചക്കറിയൊക്കെ നട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. വെണ്ടയും പച്ചമുളകൊക്കെ നട്ടിട്ടേ ഉള്ളൂ, ഉണ്ടായി വരുന്ന ഇത്രയേ ഉള്ളൂ. ഇതൊക്കെ ഉണ്ടായി വരുന്ന സപ്പോട്ടമാരാണ് കേട്ടോ. പപ്പായൊക്കെ അവിടെ ഉണ്ടെന്നുണ്ട്. അവിടെ പേരയുണ്ട്. ഇതൊക്കെ അച്ഛൻ്റെ വാഴയാണ്. ഇത് ഫാഷൻ ഫ്രൂട്ടാണ് കേട്ടോ. പിന്നെ പാഷൻ ഫ്രൂട്ട്, പിന്നെ അതിൻ്റെ അടുത്തത് സപ്പോട്ട മരം. നല്ല മധുരമുള്ള സപ്പോട്ടകളുണ്ടാവും കേട്ടോ. അപ്പോൾ ഇതൊക്കെയാണ്. അപ്പോൾ ഈ ഇല പറിക്കാൻ വന്നപ്പോഴാണ് ഈ പറമ്പിലേക്ക് ഇറങ്ങിയിട്ടാണ് ഈ കാഴ്ചകളൊക്കെ കാണുന്നത് കേട്ടോ. അപ്പോൾ എൻ്റെ വീട്ടിൽ ഇങ്ങനെ ഒരു പറമ്പ് എപ്പോഴും വീട്ടിലുണ്ടാകുന്നത് നല്ലതാണെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. നല്ലൊരു ആശ്വാസമാണ് ഇറത്തൊക്കെ ഇരിക്കുന്നത് നമ്മളെ പറമ്പ്. അപ്പോൾ അത് അച്ഛൻ വൃത്തിയിൽ സൂക്ഷിക്കുന്നത് കൊണ്ടും നല്ലൊരു വൈബാണ് കേട്ടോ. അപ്പോൾ പലതരം ചെടികളുണ്ട്, എനിക്കിതിൻ്റെ ഒന്നും പേരറിയില്ല. ഇതൊക്കെ കടലാസ് ചെടികളാണ്. ഇത് ചേഞ്ചിങ് റോസാണ് കേട്ടോ. ഇപ്പോൾ അതിൽ പൂ കാണുന്നില്ല കേട്ടോ, അതിൻ്റെ സീസണെല്ലാം തോന്നുന്നു. പിന്നെ ഇങ്ങനെയൊരു ചെടി കാണുന്നുണ്ട്. പിന്നെ ഈ ചെടിയൊക്കെ കോമൺ ആയിട്ട് ഇപ്പോൾ കാണുന്ന ചെടികൾ തന്നെയാണ്. ഈ ഒരു ചെടി ഇതിലേക്ക് കളേഴ്സില്ലേ എന്ന് എനിക്ക് ഇഷ്ടപ്പെട്ടു കേട്ടോ. അപ്പോൾ ഇതാ ഇല എത്തിയപ്പോൾ ഇല കൊണ്ട് പൊത്തിയിട്ടാണ് നമ്മൾ ഉപയോഗിക്കുക. അതിനൊരു പ്രത്യേക ഇഷ്ടം. ഇല ചൂടാകുമ്പോൾ നമ്മൾ പൊതിച്ചോറിനൊക്കെ ഒരു വൈബ് കിട്ടില്ലേ, അതുപോലെ. ഇനി ആയിക്കഴിഞ്ഞപ്പോൾ പുഴുക്ക് റെഡിയായപ്പോൾ നല്ല ചൂടോടെ ആ ഇലയിലേക്ക് വിളമ്പുവാണ്. അപ്പം തന്നെ തിന്നാൻ പാടില്ല കേട്ടോ, കുറച്ച് കഴിയണം. ആ ഇലേൻ്റെ രുചിയും കൂടി ആ പുഴുക്കിൽ വരണം, അപ്പോഴാണ് ഒരു പെർഫെക്റ്റ് ടേസ്റ്റ് ഉണ്ടാവുക. അപ്പോൾ ഞങ്ങൾ അമ്മ പറഞ്ഞു ഇതിന് ഭയങ്കര സ്മെല്ലാണ് ഈ നെയ്യ് ഇട്ടപ്പോൾ. അമ്മ അടുക്കളയിൽ നിന്നും നമ്മൾ കഴിച്ചിട്ട് ഡൈനിങ് ടേബിളൊന്നും കൊണ്ടുവരാൻ നമ്മൾ മുറ്റത്തിങ്ങനെ ചെയ്തിട്ടുണ്ട് നമുക്ക്. അപ്പോൾ അവിടെ ഇരുന്നിട്ടാണ് ഞാനും അമ്മയും അത് കഴിക്കുന്നത്. പാത്രവും എടുത്തില്ല, ഇലയിലായതുകൊണ്ട് പാത്രത്തിലൊന്നും സ്മെല്ലുണ്ടാവില്ല. അപ്പോൾ നല്ല ടേസ്റ്റ്. എനിക്ക് കുട്ടിക്കാലത്ത് എങ്ങനെയാണോ ഞാൻ ആഗ്രഹിച്ചത് അതേപോലത്തെ ടേസ്റ്റ് എനിക്ക് കിട്ടി. സത്യം പറയാൻ നല്ലൊരു ടേസ്റ്റാണ്. എല്ലാവർക്കും ഇത് ഇഷ്ടപ്പെടുമെന്ന് അറിയില്ല. മീനൊക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് എന്തായാലും ഇഷ്ടപ്പെടും. നല്ല രുചിയാണ്. ആ ഇലേൻ്റെ ടേസ്റ്റാണ് അതിൻ്റെ ഹൈലൈറ്റ്. ഒരിക്കലും നിങ്ങൾ പ്ലേറ്റ് കഴിക്കാൻ പാടില്ല, ചൂടോടെ തന്നെ വിളമ്പണം ഇലയിലേക്ക്. അപ്പോഴാണ് ആ ടേസ്റ്റ് കിട്ടുക, ഒരു സ്വർഗ്ഗം കിട്ടിയ പോലെ. പഴയ ടേസ്റ്റുകൾ നമുക്ക് വീണ്ടും റീക്രിയേറ്റ് ചെയ്ത് നമുക്ക് പഴയ കാലമൊക്കെ ഓർമ്മ വരും. അമ്മയും ഉണ്ട് ഇത് കഴിക്കുന്നത്. പെട്ടെന്ന് തന്നെ കാര്യമായി കേട്ടോ, പെട്ടെന്ന് തന്നെ